ഡീപ്സീക്ക് ഹാർനസ് എന്ന ഏജന്റ് റൺ ടൈം കഴിഞ്ഞ ദിവസം ഡീപ്സീക്ക് ഓപ്പൺ സോഴ്സ് ആക്കിയിരുന്നു. ക്ലോഡ് കോഡും കോഡെക്സും ഒക്കെ പോലെ തന്നെ കോഡ് എഴുതാനും ഫയൽസ് എഡിറ്റ് ചെയ്യാനും ടെർമിനൽസിൽ കമാൻഡ് റൺ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു AI കോഡിംഗ് ഏജൻ്റാണ് ഡീപ്സീക്ക് ഹാർനസ്. പക്ഷേ ഇത് ഓപ്പൺ സോഴ്സ് ആണ് എന്നുള്ളതാണ് വ്യത്യാസം. ക്ലോഡ് കോഡും കോഡെക്സും ഒന്നും നമുക്ക് ഓപ്പൺ സോഴ്സ് അല്ല. ഡീപ്സീക്ക് ഹാർനസ് നേരെ മറിച്ച് ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോഴും ഡീപ്സീക്ക് ഹാർനസ് ഡെവലപ്പർ പ്രിവ്യൂ ആണ്. ഡീപ്സീക്ക് തന്നെ കോമ്പാറ്റബിലിറ്റി ബ്രേക്കിംഗ് ചേഞ്ചസ് വരുമെന്ന് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്സീക്കിൻ്റെ വ്യത്യാസം എന്താണ്? അവരുടെ ഹാർനസ് എന്ന് പറയുന്ന ഈ ഒരു ഏജൻറ്റിൻ്റെ സോഴ്സ് കോഡ് MIT ലൈസൻസിൽ പബ്ലിക്കാണ്. ആർക്കിടെക്ചർ വളരെ മോഡുലാറും ആണ് കേട്ടോ. അപ്പോൾ ഡീപ്സീക്ക് ഹാർനസിൻ്റെ മെയിൻ ഡിസൈൻ ഐഡിയ ഒരു സെൻറ്റൻസ് ആണ്. എവറിത്തിങ് ഇസ് എ പ്ലഗിൻ എന്നാണ് അവർ പറയുന്നത്. മോഡൽസ്, ടൂൾസ്, സ്കില്ല്, സെഷൻസ്, സാൻഡ് ബോക്സസ്, സ്റ്റോറേജ്, ലൂപ്സ്, ഷെഡ്യൂളിംഗ്, UI ഇവയെല്ലാം പ്ലഗിൻസ് ആയിട്ടാണ് കമ്പോസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ താഴെ കോർഡസ് എന്ന സെപ്പറേറ്റ് ഓപ്പൺ സോഴ്സ് പ്ലഗിൻ കേർണലാണ് യൂസ് ചെയ്യുന്നത്. പ്ലഗിൻസ് മൗണ്ട് ചെയ്യുന്നതും ഡിപ്പെൻഡൻസീസ് മാനേജ് ചെയ്യുന്നതും സർവീസസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതും കോഡസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡൽ ടൂളിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടല്ല, ഒരു ഭാഗമല്ല. ഇന്ന് ഡീപ്സീക്ക് പ്രൊവൈഡർ നമുക്ക് യൂസ് ചെയ്യാം, നാളെ നമുക്ക് ആന്ത്രോപ്പിക് അല്ലെങ്കിൽ ഓപ്പൺ എയർ റൂട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കമ്പനികൾക്ക് സ്വന്തം ഗേറ്റ്വേ ഉണ്ടെങ്കിൽ കസ്റ്റം പ്രൊവൈഡേഴ്സ് കോൺഫിഗർ ചെയ്യാനായിട്ടും പറ്റും. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡീപ്സീക്ക് ഹാർനസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കുകയാണ്. ഒന്ന് ഗിറ്റിന് ഈ ഒരു നമ്മുടെ ഡീപ്സീക്ക് ഹാർനസ് ക്ലോൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കമാൻഡ്സ് ഞാനിവിടെ റൺ ചെയ്യുകയാണ്. അപ്പോൾ ക്ലോണിങ് ഇൻറ്റു ഡീപ്സീക്ക് ഹാർനസ് ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലേക്ക് നമ്മുടെ ഗിറ്റ് ഹബിൽ നിന്നും ഇത് ക്ലോൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലോൺ ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലൊരു URL ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു URL നമുക്ക് കോപ്പി ചെയ്യാം. ഈ ഒരു URL കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡീപ്സീക്ക് ഹാർനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. അപ്പം ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട്